ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് കാണുന്നവരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. ഇതൊരു അപ്ഡേറ്റ് വീഡിയോ അല്ല. എന്തൊക്കെ അപരാധങ്ങളാണെന്ന് ലൈവിനകത്തിരുന്ന് കാണേണ്ടത്. സത്യമായിട്ട് ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വില തരണ്ടേ? ഇത് സമയം സ്പെൻഡ് ചെയ്തല്ലേ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ആയിരം ആളുകളാണ് ലൈവ് കാണുന്നതെന്ന് അറിയോ? അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപരാധം. ദിസ് ഇസ് പ്യുവർ അപരാധം. ലാലേട്ടൻ കുൽസിതക്കാട് കീറിയല്ലോ ഈ വീക്കെൻഡില്. അപ്പോ ഫൈറ്റ് ഉണ്ടാക്കാനോ ഗെയിം കളിക്കാനോ ഒന്നും വേറെ കാർഡൊന്നും ഇല്ല. കുൽസിതക്കാടായിരുന്നു ആകെ ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കാർഡ്. ആ കാർഡാണ് ലാലേട്ടൻ കീറിക്കളഞ്ഞത്. ഇനിയിപ്പോ ടാസ്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ടാസ്ക് ഒന്നും വരാതെ ഇവർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഈ അക്ബറും പിന്നെ എല്ലാവരും കൂടെ നിന്ന്, ഹൗസിലെ എല്ലാവരും കേട്ടോ, എല്ലാവരും കൂടെ നിന്നൊരു സാറ്റ് കളിയാണ്. കുറെ നേരം ഈ ഒരു ഗെയിം കളിച്ച് ഇവര് ബോറടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുളം കര, ആസ് യൂഷ്വൽ പരിപാടി കുളം കര എന്നും പറഞ്ഞുള്ള കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പരപര കളിയോ എന്തൊക്കെയോ പുതിയ കളികൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിന്റെ അകത്ത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്തുള്ള കളിയാണ്. കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ സമയം സ്പെൻഡ് ചെയ്തതിന് മുന്നേ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റുകൾ വരും, നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുവാണ്. വരുന്നതോ ഇമാതിരി സാധനങ്ങൾ, സാറ്റ് കളിച്ച കഥയും പിന്നെ കുളങ്കര കളിച്ച കഥയും ഒക്കെയാണ്. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. സത്യമായിട്ട് ഐ ആം സ്പീച്ച്ലെസ്. ലാലേട്ടൻ ഓരോ കാർഡും കീറിയിട്ട് അങ്ങ് പോയാൽ മതി. ഇത് കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഒരു അവസ്ഥയും കൂടി ഒന്ന് മാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 50 ദിവസം കഴിഞ്ഞതിൻ്റെതായ ഒരു സീരിയസ്നെസ് അവിടെ ആർക്കും ഇല്ല കേട്ടോ. ഒരു ഗെയിമും ഇല്ല, ഒന്നുമില്ല. ലിറ്ററലി ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ സീസണിൽ ഒരു ഡെയിലി ടാസ്ക് പോലും കൊടുത്തിട്ടില്ല. ആകെ മറ്റേ ഓടുന്ന ഒരു ടാസ്ക്, ഡെയിലി ടാസ്ക് കൊടുത്തതല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ സാധനം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. വീക്ക്ലി ടാസ്ക് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. നാളെ എന്തോ ബോട്ടിൽ ഫാക്ടറി അങ്ങനെ എന്തോ തുടങ്ങും, അതിലേ മാത്രമേ ഉള്ളൂ ഇനി പ്രതീക്ഷ. അല്ലാത്ത പക്ഷം ഈ ആഴ്ചയൊന്നും ഒരു തേങ്ങയും ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സാറ്റുകളിയും പിന്നെ കുളം കര കുളം എന്തൊരവസ്ഥയാണെന്ന് ഓർത്തോണേ.